സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് പുതിയ SSCRT പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഹോട്ട് ടോപ്പിക്സുകളാണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ക്ലാസ്സും കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് മുംബൈ ഹൈനെ കുറിച്ചാണ് പറയുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്തു നിന്നും 160 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ. മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? അറബിക്കടലിലാണ് മുംബൈ ഹൈ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. 1974 കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ONGC ആണ്. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. അടുത്തത് സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സമ്പൂർണമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത്. പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് എന്ന് ചോദിച്ചാല് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അതുപോലെ സമ്പൂർണമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകയിലെ ഉറിഗം എന്ന ഗ്രാമം അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തി. ഏത് വർഷമാണ്? 1804. ആരാണ്? ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് വിഭവ ഭൂപടം നിർമ്മിച്ചപ്പോഴാണ് കർണാടകത്തിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തിയത്. ഇതാണ് പിന്നീട് KGF, കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ KGF എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് കർണാടകയിലെ ഉറിഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശവുമാണ്. 1804 ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത്, സ്വർണത്തിന്റെ ഒരു നാടാണെന്ന് കണ്ടെത്തിയത്. ജോൺ വാറൻ. സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിൽ ഒന്നായിട്ട് മാറിയത്. അടുത്തത് 2 പോയിന്റ്. പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. റിന്യൂവബിൾ റിസോഴ്സസ്. ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾ. പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണിവ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സൂര്യപ്രകാശം, കാറ്റ്, തിരമാല എന്നിവ. ഇനി പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത വിഭവങ്ങളാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത വിഭവങ്ങൾ. ഇരുമ്പ്, സ്വർണം, കൽക്കരി, പെട്രോളിയം എന്നിവ പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ എങ്ങനെയാണ്? ചാരനിറത്തിൽ കാണപ്പെടുന്നു. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ നിറത്തിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവമുള്ളവയായിരിക്കും, ഭാരം കൂടുതലായിരിക്കും. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവമുള്ളവയായിരിക്കും, ഭാരം കൂടുതലായിരിക്കും. ഇനി ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ എന്താണ്? വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ്, താരതമ്യേന ഭാരക്കുറവും അനുഭവപ്പെടുന്നു. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവമുള്ളവയാണ്, ഭാരം കൂടുതലാണ്. ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു. കാന്തിക സ്വഭാവം ഇല്ലാത്തവയാണ്, താരതമ്യേന ഭാരം കുറവാണ്. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ 4 ആയിട്ട് തരംതിരിക്കാം. മാഗ്നറ്റൈറ്റ്,
ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സീഡറൈറ്റ് എന്നിവ ഇരുമ്പിന്റെ അയിരുകളാണ്. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സീഡറൈറ്റ് എന്നിവ ഇരുമ്പിന്റെ അയിരുകളാണ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. കറുത്ത അയിര് എന്നറിയപ്പെടുന്നത് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് ആണ് കറുത്ത അയിര് എന്ന് അറിയപ്പെടുന്നത്. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. അപ്പൊ ഇരുമ്പിന്റെ അയിരുകള് മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. അപ്പൊ കറുത്ത അയിര് എന്നറിയപ്പെടുന്ന ഇരുമ്പിന്റെ അയിര് ഏതാണ്? മാഗ്നറ്റൈറ്റ് ആണ്. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് 1907 സാങ്ചിയിൽ അല്ലെങ്കിൽ ജംഷഡ്പൂരില് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ ആരംഭിച്ചതോടെയാണ്. അപ്പൊ ഇന്ത്യയില് ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ചത് 1907 സാങ്ചി അല്ലെങ്കിൽ ജംഷഡ്പൂരില് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടുകൂടിയാണ്. 1919 പശ്ചിമ ബംഗാളില് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും IISCO. 1923 കർണാടകയില് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിലവിൽ വന്നു. ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടുകൂടിയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചത് എവിടെയാണ്? ജംഷഡ്പൂരിലാണ്. ഏത് വർഷമാണ്? 1907. ഇനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ച വർഷം 1919. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇനി മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി നിലവിൽ വന്നത് 1923 കർണാടകയിലാണ്. കർണാടക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ 3 സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത്. പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ ഏറ്റെടുത്തു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ ഏറ്റെടുത്തു. ഭിലായി, റൂർക്കേല, ദുർഗാപൂർ എന്നീ ഇരുമ്പുരുക്ക് പദ്ധതികൾ സ്ഥാപിതമായത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഇനി ഭിലായ് ഇരുമ്പുരുക്ക് ശാലയ്ക്ക് സഹായം നൽകിയത് സോവിയറ്റ് യൂണിയന്, റൂർക്കേല ജർമ്മനി, അതുപോലെ ദുർഗാപൂർ ബ്രിട്ടൻ. ഇപ്പോൾ ഇവയുടെ നടത്തിപ്പ് ഉത്തരവാദിത്വവും സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്, സെയിലിനാണ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനം ഒഡീഷ. റിട്ടുകൾ പലവിധം. ഹേബിയസ് കോർപ്പസ് അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. പ്രോഹിബിഷൻ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രോഹിബിഷൻ. കോവറാൻഡോ. കോവറാൻഡോ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവറാൻഡോ. സെർഷ്യോററെ ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഉത്തരവാണ് സെർഷ്യോററെ. റിട്ടുകൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോവറാൻഡോ, സെർഷ്യോററെ.
സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം ഈ നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പഞ്ചായത്തി രാജ് നഗരപാലിക നിയമങ്ങൾ 1993 ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഉദാര ആശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിന്റെ പ്രതിഫലനമാണ്. 1976 തുല്യ വേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയതാണ്. ഈ വർഷങ്ങള് പ്രത്യേകം നോട്ട് ചെയ്യുക. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത്. വർഷം 1993. സൗജന്യ വിദ്യാഭ്യാസം എന്ന ആശയം 2029 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. 1976 തുല്യ വേതന നിയമം സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നടപ്പാക്കിയതാണ്. ഇനി നോക്കാം, സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശക തത്വം നടപ്പിൽ വരുത്താതിരുന്നാൽ അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സാധിക്കുമോ? എന്താണ് നിർദ്ദേശക തത്വം? സൗജന്യ നിയമസഹായം എന്ന നിർദ്ദേശക തത്വം. അതിനു വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാമോ എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഇല്ല. നിർദ്ദേശക തത്വങ്ങൾ പാലിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സാധിക്കുകയില്ല. സൗജന്യ വിദ്യാഭ്യാസം പോലുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ സാധിക്കും. ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇത് ആരുടെ വാക്കുകളാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകളാണ്. എന്താണ്? ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം ചുമതലകളും ഉണ്ടെന്നതാണ്. ഇതാരുടെ വാക്കുകൾ? സർദാർ വല്ലഭായ് പട്ടേൽ. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് വർഷമാണ്? 1976. പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. സ്വരൺ സിംഗ് കമ്മിറ്റി 1976 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചത്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ്. അതിനുവേണ്ടി കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? ഭാഗം 4A ആണ്. ഭാഗം 4A ആണ്. എത്രാമത്തെ അനുച്ഛേദമാണ്? 51A ആണ്. അനുച്ഛേദം 51A. 1976 സ്വരൺ സിംഗ് കമ്മിറ്റി 42ാം ഭരണഘടനാ ഭേദഗതി ഭാഗം 4A ആർട്ടിക്കിൾ 51A. മൗലിക അവകാശങ്ങൾ. എത്ര തരത്തിലുള്ള മൗലിക അവകാശങ്ങളാണുള്ളത്? 6 മൗലിക അവകാശങ്ങളാണുള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം
ഏതൊക്കെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യം 19 മുതൽ 22 വരെയാണ്. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 23, 24 ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം 23, 24. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് അനുച്ഛേദം 32. അനുച്ഛേദങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഏതൊക്കെ അവകാശം ഏതൊക്കെ അനുച്ഛേദങ്ങളിലാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിൽ ഒന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും, അപ്പൊ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അത് സ്ഥാപിച്ചു കിട്ടുന്നതിന് സുപ്രീം കോടതിയെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സമീപിക്കാവുന്നത്? അനുച്ഛേദം 32. അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. ഏത് അനുച്ഛേദ പ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിക്കാവുന്നത്? അനുച്ഛേദം 226. അപ്പൊ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരങ്ങളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. അടുത്തൊരു പോയിന്റ് നോക്കാം. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശപ്രകാരമാണോ? ആണോ? അല്ല. സൗജന്യ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സൗജന്യ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ളവയാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഏത് അനുച്ഛേദ പ്രകാരം? അനുച്ഛേദം 23 പ്രകാരം. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നു. ഏത് അനുച്ഛേദം? അനുച്ഛേദം 24 പ്രകാരം. അനുച്ഛേദം 23 അനുച്ഛേദം 24 നോട്ട് ചെയ്യുക. വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമാണ്. 2002 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 86ാമത്തെ ഭരണഘടനാ ഭേദഗതി. അനുച്ഛേദം ഏതാണ്? 21A. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. പാർലമെന്റ് അംഗീകരിച്ചത് 2009 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. 2010 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമപ്രകാരം 6 വയസ്സിനും 6 to 14 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. എല്ലാ പോയിന്റും പ്രധാനപ്പെട്ടതാണ്. 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 21A ആണ് ആർട്ടിക്കിൾ. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം വന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നവംബർ 26 ആണ്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്.
ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26-നാണ്. 1949 നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിലെ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായിട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നാണ്. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരണ വേളയിലെ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389. സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര അംഗങ്ങളാണ്? 299. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ എന്ത് എന്ന് ചോദിച്ചാൽ മഗ്ന കാട്ടയാണ്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവാണ് മഗ്ന കാട്ടയിൽ ഒപ്പുവെച്ചത്. മഗ്ന കാട്ട പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ മഗ്ന കാട്ടയാണ്. ജോൺ രാജാവ് മഗ്ന കാട്ടയിൽ ഒപ്പുവെച്ച വർഷം 1215. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച മനുഷ്യാവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ഐക്യരാഷ്ട്രസഭയുടെ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് ബിൽ ഓഫ് റൈറ്റ്സ് അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഭരണഘടന ബിൽ ഓഫ് റൈറ്റ്സ്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരുവാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സ് അമേരിക്കൻ അവകാശ പത്രികയാണ്. അമേരിക്കൻ അവകാശ പത്രിക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ബിൽ ഓഫ് റൈറ്റ്സ് 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്നത് അമേരിക്കൻ അവകാശ പത്രികയാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം 1789 ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പാക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. വർഷം 1948. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമി എടുക്കുന്ന സമയം 24 മണിക്കൂർ ആണ്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ശുക്രനും യുറാനസും ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ശുക്രനും യുറാനസും ഒഴികെ. ശുക്രന്റെയും യുറാനസിന്റെയും ഭ്രമണദിശ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ഏതൊക്കെ ഗ്രഹങ്ങളുടെയാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടേക്ക് ഭ്രമണദിശയുള്ളത്? ശുക്രന്റെയും യുറാനസിന്റെയുമാണ്. ശുക്രൻ, യുറാനസ്. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും
ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം. ഫെറൽസ് ലോ എന്നത് കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാര ദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം. ഭൂമിക്കും ചന്ദ്രനും സമാനമായി സൂര്യനും 2 ചലനങ്ങളുണ്ട്: ഭ്രമണവും പരിക്രമണവും. സൂര്യൻ അതിന്റെ അച്ചുതണ്ടിൽ 27 ദിവസങ്ങൾ കൊണ്ട് ഒരു ഭ്രമണം പൂർത്തിയാക്കും. എന്നാൽ 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള സൗരയൂഥം നക്ഷത്രവ്യൂഹമായ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുന്നത് 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ കൊണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്ദിർ. ഇതിൽ 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു. ഇവ ഉപയോഗിച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിച്ചിരിക്കുന്നതിനായി സാധിച്ചിരുന്നു. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണിത്. മറ്റുള്ളവ ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരണാസി എന്നിവിടങ്ങളിലാണ്. 2010 ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാനായിട്ട് സഹായിച്ചിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജന്തർ മന്ദിറിനെ കുറിച്ചാണ്. ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമനാണ് ജയ്പൂരിൽ ഇത് നിർമ്മിച്ചത്. ഇതിൽ 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ്. മറ്റുള്ളവ സ്ഥിതി ചെയ്തത് ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരണാസി എന്നിവിടങ്ങളിലാണ്. ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 2010 ആണ്. ജന്തർ മന്ദിർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 2010. ഇന്ത്യൻ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യൻ മാനക രേഖാംശം. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യൻ മാനക രേഖാംശം. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 24 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സമയ മേഖലകൾ. ലോകത്തെ 24 സമയ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തി. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂർ വ്യത്യാസമാണ് ഉള്ളത്. അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ ഏകദേശം എത്ര മണിക്കൂർ വ്യത്യാസമാണ് ഉള്ളത്? 2 മണിക്കൂർ സമയ വ്യത്യാസമാണ് ഉള്ളത്.